4-ന് വോട്ടെണ്ണൽ നടക്കുകയും ജനവിധി നിർണയിക്കപ്പെടുകയും ചെയ്തെങ്കിലും മന്ത്രിസഭാ രൂപീകരണത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണമാണ് അത് നീണ്ടുപോകുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിച്ചെങ്കിലും ഭരണം എങ്ങനെയായിരിക്കുമെന്ന വ്യക്തമായ സൂചനകൾ ഭൂരിപക്ഷം കിട്ടിയെന്നുറപ്പായപ്പോൾ തന്നെ പ്രകടമായിരിക്കുകയാണ്. വിചിത്രമായ നടപടികളിലൂടെ ക്രമവിരുദ്ധമായ കൂട്ട സ്ഥലം മാറ്റൽ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കെ UDFന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന സൂചനകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ NGO അസോസിയേഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഓഡിറ്റ്, നിയമം എന്നീ വകുപ്പുകളിലെ നിരവധി ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. NGO അസോസിയേഷൻ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് സ്ഥലം മാറ്റമെന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന കൗതുകവുമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 11 ജീവനക്കാരെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും പരീക്ഷാ കമ്മീഷണറുടെയും കാര്യാലയങ്ങൾ, സ്ഥലം മാറ്റം കൈകാര്യം ചെയ്യുന്ന വിഭാഗം എന്നിവിടങ്ങളിലേക്ക് മാറ്റിയത്. 2 ഉത്തരവുകളിലൂടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ജൂനിയർ സൂപ്രണ്ട്, ലീഗൽ സെല്ലിലെ ജൂനിയർ സൂപ്രണ്ട്, ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ജൂനിയർ സൂപ്രണ്ട്, സീനിയർ ക്ലർക്ക്, പരീക്ഷാ വിഭാഗത്തിലെ ഓഫീസ് അറ്റൻഡന്റ്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഓഫീസ് അറ്റൻഡന്റ് എന്നിവരെയാണ് മാറ്റിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 31-ന് വിരമിക്കാനിരിക്കുന്ന ജീവനക്കാരനെയും സ്ഥലം മാറ്റി. വിവിധ വകുപ്പുകളുടെ സംസ്ഥാന ആസ്ഥാനത്തിന് പുറമെ സെക്രട്ടേറിയറ്റ്, ജില്ലാ ഓഫീസുകളിലും സ്ഥലം മാറ്റം ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചട്ടലംഘനമാണ്. ഭരണമാറ്റം ഉറപ്പാണെന്ന് വരുമ്പോൾ തന്നെ ബന്ധപ്പെട്ട സംഘടനകൾ കത്ത് നൽകിയുള്ള സ്ഥലം മാറ്റ നടപടി വിചിത്രമാണ്. വോട്ടെണ്ണൽ പൂർത്തിയായ ദിവസം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടന ഇത്തരമൊരു നടപടിക്ക് കത്ത് നൽകിയത് യാദൃശ്ചികമല്ല. അത് പക്ഷേ മുന്നണി ഘടകകക്ഷികൾക്കിടയിലെ താൻ പൊരുമ കൂടി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നാണ് വയ്പ്. അക്കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് താക്കോൽ സ്ഥാനങ്ങളിൽ വേണ്ടപ്പെട്ടവരെ നിയമിച്ച് ഇനിയുള്ള നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി നടത്തുന്നതിനുള്ള കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഗൂഢനീക്കമായി ഇതിനെ കാണാവുന്നതാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ഭരണം എങ്ങനെയായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും കൃത്യമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക വകുപ്പുകളിലും ഓൺലൈൻ രീതി നടപ്പിലാക്കിയിട്ടുമുണ്ട്. എന്നിരിക്കെ സംഘടനാ നേതാവിന്റെ കത്തിന്റെ പുറത്ത് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും നൽകുന്നത് പ്രസ്തുത രീതി അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണെന്നും ആശങ്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെ വിവിധ സർവീസ് സംഘടനകൾ ഇപ്പോഴത്തെ സ്ഥലം മാറ്റത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് UDF വിജയത്തിന് പിന്നാലെ ചില പോലീസ് സ്റ്റേഷനുകളിലും ക്യാമ്പുകളിലും പരസ്യമായി നടന്ന വിജയാഘോഷങ്ങൾ വിലയിരുത്തേണ്ടത്. കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവയ്ക്കുക മാത്രമല്ല, അവയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സമീപനവും ഉണ്ടായി. യഥാർത്ഥത്തിൽ നിഷ്പക്ഷതയും കടുത്ത അച്ചടക്കവും ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥയുള്ള പോലീസ് സേനയിലെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടിയും സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല, സേനയുടെ നിഷ്പക്ഷതയെ സംശയനിഴലിലാക്കുകയും ചെയ്യുന്നു. ഭരണം ആർക്കു വേണ്ടിയുള്ളതായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു തീരുമാനം പോലീസ് തലപ്പത്തു നിന്നുണ്ടായിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് സ്വർണ്ണക്കടത്ത് തടയാൻ നിയമിച്ച പ്രത്യേക പോലീസ് സംഘം വേണ്ടെന്ന് വെച്ചതാണ് അത്. മതിയായ കസ്റ്റംസ് പരിശോധനയില്ലാതെ പുറത്തെത്തുന്ന സ്വർണ്ണക്കടത്ത് പിടികൂടുകയായിരുന്നു പ്രത്യേക സംഘത്തിന്റെ ദൗത്യം. കസ്റ്റംസ് പരിശോധന മറികടക്കുന്നതിന് വിമാനത്താവളത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തിന് രൂപം നൽകിയത്. കള്ളക്കടത്ത് പിടികൂടിയ സംഘം വൻതോതിൽ സ്വർണം കണ്ടെത്തുകയുമുണ്ടായി. കൃത്യമായി പ്രവർത്തിച്ചിരുന്ന ഈ സംഘത്തിനെതിരെ വ്യാജ ആരോപണങ്ങളുമായി ഇപ്പോൾ UDFന്റെ ഭാഗമായ PV അൻവർ രംഗത്ത് വന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും സംഘത്തെ ഒഴിവാക്കിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ വിധത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങളും ഏകപക്ഷീയ നടപടികളുമായിരിക്കും UDFൽ നിന്നുണ്ടാകുക എന്ന് അധികാരം ഏൽക്കുന്നതിന് മുൻപ് തന്നെ തെളിയിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതായിരിക്കുമെന്നാണ് ഈ നടപടികൾ ഓർമ്മിപ്പിക്കുന്നത്.